സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഇന്ദിരാഗാന്ധി വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവയുടെ വിതരണം വീണ്ടും ആരംഭിക്കുന്നു. മെയ് മാസത്തിൽ ആരംഭിച്ച് ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക കുടിശ്ശിക വിതരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ മാസത്തിലെ പെൻഷൻ കുടിശ്ശിക വിതരണം അവസാനിക്കുമ്പോൾ 2023 വർഷത്തിലെ മുഴുവൻ പെൻഷൻ തുകയും സർക്കാർ വിതരണം പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ തുകയുടെ വിതരണം വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്നതിനുള്ള ക്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. ജൂൺ മാസം അവസാനത്തോടുകൂടി ഒരു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുവാനാണ് തീരുമാനം. വംശാദായം നൽകുന്ന ക്ഷീര കർഷകന് പെൻഷൻ തുക നൽകണം. മനുഷ്യാവകാശ കമ്മീഷൻ വയോധികനായ ക്ഷീര കർഷകന് 2021 ജൂലൈ 1 മുതൽക്കുള്ള കർഷക പെൻഷൻ നൽകുവാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ തൊടിയൂർ ക്ഷീരോത്പാദന സഹകരണ സംഘം സെക്രട്ടറിക്കാണ് പി കെ ബീനാകുമാരി സന്ദേശം നൽകിയത്. വേങ്ങര സ്വദേശി പി കെ ജയപ്രകാശിൻ്റെ പരാതിയിലാണ് നടപടി. സർക്കാരിൻ്റെ പുതിയ പെൻഷൻ നയത്തിൻ്റെ ഭാഗമായി ഒരാൾക്ക് ഒരു പെൻഷൻ മാത്രമാണ് ലഭിക്കുന്നത് എന്നും നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്ന പരാതിക്കാരന് ക്ഷീരകർഷക പെൻഷൻ നൽകാനാവുകയില്ല എന്ന് സഹകരണ സംഘം സെക്രട്ടറിയെ അറിയിച്ചു. കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താൻ ക്ഷീരകർഷക ബോർഡിൽ വംശാദായം അടക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക അനുവദിക്കണമെന്നാണ് പരാതിക്കാരൻ്റെ ആവശ്യം. പരാതിക്കാരൻ 2014 മുതൽ ക്ഷീരകർഷക സംഘത്തിൽ അംഗത്വം ഉണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തി. ക്ഷീരകർഷക ക്ഷേമത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് കമ്മീഷൻ അറിയിച്ചു. കൂടുതൽ പെൻഷൻ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.